എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മേടവിഷു സംക്രമമാണ്. ഇന്നിങ്ങനെ ഒരു അതിവിശിഷ്ട ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് സൂര്യോദയത്തിൽ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്ന ഫലങ്ങളാണ് ഇതിൽ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഇതിൽ വരുന്ന ഈ 8 നക്ഷത്രക്കാരുടെയും ഈ മേടമാസത്തെ 3 പ്രധാന സ്ഫുടങ്ങളാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറയാൻ പോകുന്നത്. അതായത് വ്യാഴം 4 ഡിഗ്രി 15 മിനിറ്റ്, ശുക്രൻ 0 ഡിഗ്രി 43 മിനിറ്റ്, സൂര്യൻ 10 ഡിഗ്രി 19 മിനിറ്റ്. ഇങ്ങനെ ഇടവം, കന്നി, കർക്കിടകം, അതായത് ഈ 8 നക്ഷത്രക്കാരുള്ള ലഗ്നഭാവമാണ് ഇവിടെ ഗണിതത്തിലെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ലഗ്നമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൻ്റെ ആരംഭസ്ഥാനം. അങ്ങനെയാണെങ്കിൽ തന്നെയും ലഗ്നത്തിൽ ഫലം ചെയ്യാത്ത ഗ്രഹങ്ങളും ഉണ്ട്. അതിലൊന്ന് സൂര്യനോട് ചേർന്ന ചന്ദ്രൻ, 2 ലഗ്നാൽ 2-ലെ ചൊവ്വ, 3 ലഗ്നാൽ 4-ലെ ബുധൻ, 4-മത്തേത് ലഗ്നാൽ 5-ലെ വ്യാഴം, 5-മത്തേത് ലഗ്നാൽ 6-ലെ ശുക്രൻ, 6-മത്തേത് ലഗ്നാൽ 7-ലെ ശനി. ഇപ്രകാരം ഗ്രഹനില വന്നാൽ അവ ഫലം ചെയ്യാത്ത ഗ്രഹങ്ങളായിട്ട് കണക്കാക്കേണ്ടി വരും. ഇവിടെ ഇതിൽ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാർക്കും സൂര്യൻ അഥവാ രവി ലഗ്നത്തിൽ ബലവാനും 10-ാം ഭാവത്തിൽ സർവോത്തമനുമായിരിക്കും. ഈ ലഗ്നം ആദിത്യൻ്റെ സ്വക്ഷേത്രമോ ഉച്ചമോ ആയി നിന്നാൽ അതിശ്രേഷ്ഠയും അത്യധികം ഭാഗ്യവതിയുമായിരിക്കും ആ നക്ഷത്രജാത. അങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ 8 നക്ഷത്രക്കാരുടെയും ജോലി, സാമ്പത്തിക സ്ഥിതി, ഇത് രണ്ടുമാണ് ഇന്ന് പ്രധാനമായി ആരൂഢം വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫലമോ വളരെയധികം മെച്ചപ്പെട്ട ജീവിത വഴിയിലൂടെ സഞ്ചരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരുന്നതാണ്. അങ്ങനെയാണ് ആരൂഢത്തിൽ തെളിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ ആദിത്യൻ മുഖാന്തരമുള്ള നിപുണ യോഗം എന്ന് പറയുകയാണ് കൂടുതൽ ശരി. മാത്രവുമല്ല, ഈ പ്രധാന ഗ്രഹങ്ങളായ ശനി, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ബുധൻ എന്നീ 5 ഗ്രഹങ്ങളുടെയും നിൽപ്പും ദൃഷ്ടിയും കൂടി കണക്കിലെടുത്ത് വളരെ ഗഹനമായാണ് ഇതിൽ ഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഈ 8 നക്ഷത്രക്കാർക്കും വരുന്ന 120 ദിവസങ്ങൾക്കുള്ളിൽ പലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. ഇത് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് മേടം 1 മുതൽ കർക്കിടക മാസം 31 വരെ, അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം. എന്നാൽ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് ഈ ഗ്രഹനില അപ്പാടെ മാറും. അതുകൊണ്ട് അതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. കർക്കിടകം അവസാനം വരെ എടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ വസന്തകാലമായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാരണം അത്രയധികം ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ. അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഇവിടെ ഈ 8 നക്ഷത്രക്കാർക്കും പൊതുവായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന് 4 ബലത്തിൽ മുകളിലുണ്ടെങ്കിൽ ഇതിവിടെ പറയാൻ പോകുന്ന ഫലം നിങ്ങൾക്ക് ഡബിൾ ഇരട്ടിയായി അനുഭവത്തിലേക്ക് വരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഒരു ആവറേജായി അങ്ങനെ മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. പറയാൻ കാരണം വ്യാഴത്തിന് എത്ര ബലമുണ്ടോ അതനുസരിച്ച് വ്യക്തിക്ക് ഇതിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതാണ്. ഇവിടെ ബുധൻ്റെയും ശുക്രൻ്റെയും ഇപ്പോഴത്തെ സ്ഥിതി വ്യാഴത്തിൻ്റെ ശുഭത്വം സ്വീകരിച്ച് ബുധ-ശുക്രന്മാർ ശുഭവാനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ശരി, ആ 8 നക്ഷത്രക്കാരിൽ ആദ്യമായി വരുന്ന നക്ഷത്രം ഭരണി നക്ഷത്രം. വ്യാഴം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂല അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ളൊരു മാസമാണ് ഈ വരുന്ന ഇടവം, മിഥുനം മാസങ്ങളെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരുടെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 12 വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നീണ്ട കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം മാറി ഒരു ആശ്വാസകരമായിട്ടുള്ള കുടുംബജീവിതം ആരംഭിക്കാൻ നിങ്ങൾക്കിപ്പോൾ യോഗം കാണുന്നുണ്ട്. ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് രാശിപ്പലകയിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. മാത്രവുമല്ല, സാമ്പത്തികമായും വളരെ നല്ല ഉന്നതിയും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ വലിയ അളവിൽ കുറഞ്ഞു കിട്ടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് കാർത്തിക നക്ഷത്രം. ഇവർക്ക് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി ഇപ്പോഴത്തെ ഈ മേടരവി സംക്രമവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വിലപ്പെട്ട സമ്പാദ്യം ഇവർക്ക് അടുത്ത് തന്നെ വന്നു ചേരും. അങ്ങനെയാണ് കാണുന്നത്. അതിപ്പോൾ ചിട്ടി അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലുള്ള ഏത് വിഭാഗങ്ങളിൽ നിന്നും വന്നു ചേരുന്നതുമാകാം. അല്ലെങ്കിൽ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് രേഖാപരമായി ലഭിക്കുക, ഇങ്ങനെ ഏതെങ്കിലും ഒരു മാർഗം വഴി വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിദേശയാത്രാ ഭാഗ്യവും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതിനോടൊപ്പം കാണുന്ന മറ്റൊരു സാധ്യത, ഈ നിലവിലുള്ള വാഹനം മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം ആ സ്ഥാനത്ത് സ്വന്തമാക്കാനും അവസരം വന്നു ചേരുമെന്നാണ്. അതിന് അടുത്തതായിട്ട് പറയുന്നത് തിരുവാതിര നക്ഷത്രം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മേട രവി സംക്രമ ഗ്രഹചലനത്തിൽ കാണുന്നത് വ്യാഴത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശനീശ്വരൻ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പലവിധ നേട്ടങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരും. അങ്ങനെയാണ് കാണുന്നത്. അതായത് ധനഭാഗ്യവും സന്താന സൗഭാഗ്യവും തീർച്ചയായും കാണുന്നുണ്ട്. മാത്രവുമല്ല, പലതവണ വിവാഹം ആലോചിച്ചിട്ട് നടക്കാതിരുന്ന ആളുകൾക്ക് ഈ മേടം ഇടവം മാസം തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ മിഥുനമാസം പകുതിക്ക് മുൻപ് നിങ്ങളുടെ വിവാഹം ഉറച്ചു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദേവാലയ ദർശന ഭാഗ്യം വന്നു ചേരാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ മേടമാസം അവസാനത്തോടു കൂടി പരിപൂർണമായും മാറിക്കിട്ടുമെന്നാണ് കാണുന്നത്. അതോടുകൂടി നല്ല സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഗ്രഹത്തിൽ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അതിന് അടുത്തതായിട്ട് പറയുന്നത് അത്തം നക്ഷത്രം. ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ മേടമാസം പകുതിക്ക് ശേഷം പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരാൻ തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, വളരെ കാലമായി ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഈ അത്തം നക്ഷത്രക്കാർക്ക് ഒരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി ഈ മേടമാസം അവസാനം അല്ലെങ്കിൽ ഇടവമാസം പകുതിയോടുകൂടി ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ദൂരദേശത്ത് താമസിച്ചുകൊണ്ടിരുന്ന ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വരും എന്നാണ് കാണുന്നത്. അതിനെ തുടർന്ന് പലവിധ ആഘോഷങ്ങളും മറ്റ് സൽക്കാരങ്ങളുമെല്ലാം വീട്ടിൽ നടക്കാനും യോഗമുണ്ടായിത്തീരും. അതിന് അടുത്തതായിട്ട് പറയുന്നത് തൃക്കേട്ട നക്ഷത്രം. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം ഉച്ചത്തിലായത് കാരണം വൻ സാമ്പത്തിക സ്ഥിതി ഈ മേടമാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഇടവമാസം ആദ്യത്തോടു കൂടി വന്നു ചേരുമെന്നത് നിശ്ചയമായി നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഏകദേശം ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അഷ്ടമശനി തീരുന്നതോടുകൂടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല വിധത്തിലുള്ള നല്ല ബന്ധങ്ങളും ഇവർക്ക് വന്നു ചേരും. പറയാൻ കാരണം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്ത് നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരും. അതിനിപ്പോൾ ഈ സ്ഥാനത്ത് സുഹൃത്തല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായഹസ്തങ്ങളാണെങ്കിൽ പോലും അങ്ങനെ ഒരു സഹായഹസ്തം നിങ്ങളിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെയാണ് കാണുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇടത് കണ്ണിനും വലത് ചെവിക്കുമുണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി നല്ല സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ഈ മേടമാസം മുതൽ നിങ്ങൾക്ക് സംജാതമായി തീരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു കുടുംബാന്തരീക്ഷം ഈ മേടം ഇടവം മിഥുന മാസങ്ങളിൽ നിങ്ങൾക്ക് ദൃശ്യമാകുമെന്നാണ് കാണുന്നത്. ഇതിലെ വിദ്യാർത്ഥികൾക്ക് പഠനം വളരെ എളുപ്പമാവുകയും നിങ്ങൾ ഈ പരീക്ഷകളിൽ മിന്നുന്ന വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. അങ്ങനെയാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉത്രാട നക്ഷത്രം. ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ കാലമായി അവരെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി നല്ല ശാരീരിക മാനസിക സുഖങ്ങൾ, അതായത് അങ്ങനെയുള്ള ഒരു സ്വാസ്ഥ്യം നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ പരിപൂർണമായി ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം മാറി സാമ്പത്തിക സ്ഥിതി കൈവരുന്നത് മിഥുനമാസം വരെ നീണ്ടുപോയാലും അതിൽ പരിതപിക്കേണ്ട കാര്യമില്ല. കാരണം കർക്കിടക മാസത്തോടു കൂടി വിദേശയാത്രയ്ക്ക് വരെ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇതിൽ ചെറുകിട വൻകിട ബിസിനസ്സുകാർക്ക് ഈ ഇടവമാസം അവസാനത്തോടു കൂടി വളരെ വലിയ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ യോഗമുണ്ടായിത്തീരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ബാങ്കിങ് മേഖല തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വൻ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ജോലിക്കായിട്ട് അപേക്ഷിച്ചിരുന്ന ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ആ ജോലിയിൽ പ്രവേശനം ലഭിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ഇനി അടുത്തതായിട്ട് പറയുന്നത് അവിട്ട നക്ഷത്രം. ഈ അവിട്ട നക്ഷത്രക്കാർക്ക് വയർ സംബന്ധമായോ അല്ലെങ്കിൽ ദഹന സംബന്ധമായോ നിലനിന്നിരുന്ന അസുഖങ്ങളെല്ലാം ഈ മേടമാസം പകുതിയോടുകൂടി തീർച്ചയായിട്ടും സ്വിച്ച് ഇട്ടതുപോലെ മാറിക്കിട്ടുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ജോലിസ്ഥലത്തോ സമൂഹത്തിലോ പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നു ചേരാൻ ഈ യോഗം കാണുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ജോലിസ്ഥലത്ത് സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്ന ഈ നാളുകാർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ അവർ ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും സ്ഥലം മാറ്റം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്.
അതുമാത്രവുമല്ല, ഈ മേടമാസം പകുതിക്ക് ശേഷം, അതായത് മേടമാസം അവസാനത്തിൽ നിങ്ങൾ ബന്ധുവീടുകളിലേക്ക് വിരുന്നു പോകുകയോ അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വിരുന്നു വരികയോ ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞത് നീണ്ടുപോയാൽ അത് മേടം കഴിഞ്ഞ് ഇടവ മാസത്തിൽ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. പറയാൻ കാരണം ഇടവ മാസം അവസാനം നിങ്ങൾക്ക് സർവ്വകാര്യ വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിന് അടുത്തതായിട്ട് പറയുന്നത് രേവതി നക്ഷത്രം. ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ മേടമാസത്തിൽ അമിത ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള അജീർണം ബാധിക്കാൻ അങ്ങനെ ഒരു ഇട കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ ഈ നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ മേടം ഇടവ മാസം. അങ്ങനെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ മേടമാസം 20-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളിൽ ഉറപ്പായിട്ടും വേണ്ട നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. എന്നാൽ ഇതേ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിൽ ഉയർന്നു കിട്ടാനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട്. ഇനി ഒരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതി ഉപേക്ഷിച്ച ആ ഒരു ധനം, അതിപ്പോൾ കടം കൊടുത്ത ധനമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ധനമാകാം, അതെല്ലാം നിങ്ങളുടെ കൈവശം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് നിങ്ങളുടെ ആ ഏറെക്കാലമായിട്ടുള്ള ആഗ്രഹം, അത് ഈ മേടമാസം അവസാനത്തോടു കൂടി നടന്നു കിട്ടുമെന്നാണ് കാണുന്നത്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ കാലയളവിൽ, ഈ 4 മാസ കാലയളവിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതും അത് മുഖാന്തരം പലവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് യോഗം കൈവരുന്നതാണ്. ഇത്രയുമാണ് രേവതി നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. ഇപ്പോഴിവിടെ ഈ മേടമാസത്തിലെ രവി സംക്രമ ഫലം മുഴുവനായും നിങ്ങൾ ഈ 8 നക്ഷത്രക്കാരെ എങ്ങനെ ബാധിച്ചിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിത്യപൂജയിലേക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന നവഗ്രഹ പൂജയിലേക്കും പേര് ചേർക്കേണ്ടവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.